റഹീസ്, അതുപോലെ ഈ 35,000 പേർക്ക് അവരെ മാത്രം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു സ്റ്റേഡിയം, അവിടെ 3 ലക്ഷം പേരെത്തുന്നു. അവർക്ക് വേണ്ടി 5,000 പോലീസ് മാത്രവുമല്ല ചെറിയ ഗേറ്റുകളാണ് ഈ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെത്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കാണാനും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനും സാധിച്ചില്ല എന്ന കാര്യം അവിടെയുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷമുള്ള ബസ്സിലെ ആഘോഷങ്ങളുടെ വീഡിയോ അത് വളരെ വിമർശനാത്മകമായി പലരും ചർച്ച ചെയ്തതാണ്. അതിനുശേഷം അത് പിൻവലിച്ചു. ഈ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ടീം മാനേജ്മെന്റിന്റെ ഒരു പ്രതികരണം എപ്പോഴേക്ക് വരും? അത് ഏത് രീതിയിലായിരിക്കുമെന്ന് കരുതുന്നു? ക്രിസ്റ്റീന, ഇന്നലെ ഈ ഒരു അപകടം നടന്നതിന് ശേഷം ഇത്ര പേർ മരിച്ചു എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും RCB വി പെയിൻറ്റഡ് ഇറ്റ് റെഡ് എന്നുള്ള രീതിയിൽ, അതായത് അവരുടെ ഒരു സ്ഥിരം ഒരു ഡയലോഗാണത്. അതായത് അവർ ഇവിടെ ആകെ ചുവപ്പിൽ മുക്കി എന്ന തരത്തിൽ അവരുടെ ജേഴ്സിയുടെ നിറം, ഫ്രാഞ്ചൈസിയുടെ നിറം, അത്തരത്തിലാണ് അവർ എപ്പോഴും അവരുടെ ടീമിനെ പ്രൊമോട്ട് ചെയ്യാറുള്ളത്. ആ നിലയ്ക്ക് തന്നെയുള്ള പല വീഡിയോകളും RCBയുടെ ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. കാരണം 18 വർഷം ഒരു ടീമിന് വേണ്ടി കിരീടം നേടാൻ വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ആരാധകരുടെ ഒരു കാത്തിരിപ്പാണ്. അവർ അങ്ങനെയാണ് ആ ടീമിന് വേണ്ടി നിലകൊണ്ടത്. സ്വാഭാവികമായിട്ടും IPL പോലെ ഒരു ടൂർണമെന്റ് വരുമ്പോൾ അതിൽ എന്തൊക്കെ വാശിയും വീറുമുണ്ടോ, ഏതൊക്കെ തരത്തിൽ ട്രോൾ ചെയ്യപ്പെടുമോ, അതെല്ലാം ഏറ്റുവാങ്ങി അതിനൊക്കെ ശേഷം അവർ വിജയിച്ച് ഇവിടേക്ക് അവരുടെ വിജയം ആഘോഷിക്കാൻ എത്തുകയാണ്. ആ ആഘോഷിക്കാൻ എത്തുമ്പോൾ അത് വിരാട് കോഹ്ലി ആഹ്വാനം ചെയ്യുക കൂടി ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നടക്കുന്നതൊന്നുമല്ല സെലിബ്രേഷൻ, ഞങ്ങൾ നാളെ ബംഗളൂരുവിലേക്ക് എത്തും, ഞങ്ങളുടെ ടൗണിലേക്ക് എത്തും, അവിടെ വെച്ച് ആഘോഷം കാണാമെന്ന് വിരാട് കോഹ്ലി പോലും പറയുന്ന സാഹചര്യത്തിൽ അവരെന്തായാലും ഇവിടേക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ വരുന്നവർ ഇവിടെ പുറത്ത് ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീണ ദേഹത്ത് ചവിട്ടേറ്റ് മരിക്കുമ്പോഴാണ് അകത്ത് വലിയൊരു ആഘോഷം നടക്കുന്നത്. ആ ആഘോഷം പിന്നീട് IPL ചെയർമാൻ കൂടി ഇടപെട്ടുകൊണ്ടാണ് ആ ആഘോഷം നിർത്തിവയ്പ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴും അവസാനം സംസാരിക്കുന്നത് കോഹ്ലിയാണ്. കോഹ്ലി അപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങൾ ഫാൻസിന് വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, ഫാൻസിന് ഏറ്റവും മധുരമുള്ള നിമിഷമായിരിക്കും ഇതെന്നൊക്കെയാണ് വിരാട് കോഹ്ലി പറയുന്നത്. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് കാര്യങ്ങൾ മാറുന്നു, ആരൊക്കെയോ ഇടപെടുന്നു. ആ ഇടപെടലിന് ശേഷം ഈ പരിപാടി നിർത്തിവെക്കുന്നു. എന്നാലും ഈ 10 മിനിറ്റിനുള്ളിൽ പരിപാടി നിർത്തിവെച്ചു എന്ന് സിദ്ധരാമയ്യ പറഞ്ഞാലും അല്ലെങ്കിൽ DK പറഞ്ഞാലും അത് പല മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. അത് 10 മിനിറ്റിലെ ഒരു പരിപാടി ആയിരുന്നില്ല. ചിലപ്പോൾ ചില നൃത്ത പരിപാടികളൊക്കെയും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാണും. അത് ഒഴിവാക്കി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇന്നലെ ഒഴിവാക്കിയിരുന്നില്ല. ഈ ഒരു കാണികൾക്ക് ഈ ഗ്രൗണ്ടിന് ചുറ്റും ഒരു പര്യടനം നടത്തി ടീം വാക്ക് ചെയ്ത് ചാൻഡ് ചെയ്ത തങ്ങളുടെ ട്രോഫി ഉയർത്തിക്കൊണ്ട് അതെല്ലാം നടത്തിയതിനു ശേഷം, സാമാന്യ രീതിയിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും നടത്തിയതിനു ശേഷം മാത്രമാണ് ടീം മടങ്ങിയത്. അതിന് പിന്നാലെ ഓരോ പോസ്റ്റിനും അങ്ങനെ വിമർശന പെരുമഴ പെയ്യുന്നത് കണ്ടിട്ടാണ് RCB ഒരു വിശദീകരണ കുറിപ്പിറക്കുന്നത്. അത് തന്നെയും തങ്ങൾക്ക് വലിയ നടുക്കമുണ്ട്, ഇത്തരത്തിൽ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു, അത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഒപ്പം തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തങ്ങൾ ഈ ഒരു ആഘോഷം നിർത്തിവെച്ചു എന്നതടക്കമുള്ള ഒരു വിശദീകരണ കുറിപ്പ്, അതും ചുരുങ്ങിയ വാക്കുകളിലുള്ള ഒരു വിശദീകരണ കുറിപ്പ് RCBയുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിൻ്റെ താഴെയും വരുന്ന വിമർശനം, അത് ഡൈഹാർഡ് RCB ഫാൻസ്, അത്രമാത്രം 18 കൊല്ലം ഈ ടീമിനെ സ്നേഹിച്ച ആരാധകർ പോലും ആ ടീമിനെ തള്ളി പറയുന്ന നിലയിലേക്കുള്ള കമൻറ്റുകളാണ് അതിന് താഴേക്ക് വരുന്നത്. ആ പോസ്റ്റ് തന്നെയാണ് വിരാട് കോഹ്ലി തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല, അത്രമേൽ സങ്കടമുണ്ട് എന്ന രീതിയിലേക്ക് ഒരു ഷെയർ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് കായിക ലോകത്തുള്ള പലരും ഇത് പോസ്റ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഒരു അനൗചിത്യ കുറവുണ്ട്, ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്. കാരണം അകത്തിങ്ങനെ ഒരു വലിയ ആഘോഷം നടക്കുമ്പോൾ പുറത്ത് അവരുടെ ആരാധകർ തന്നെ പിടഞ്ഞു വീഴുകയാണ്. ഈ ആരാധകർക്ക് വേണ്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും ഈ ടീം കിരീടം നേടുന്നത്. കാരണം താരങ്ങൾക്ക് അവരുടെ ശമ്പളവും മറ്റ് ഫീസുകളും ഒക്കെ കൃത്യമായി ലഭിക്കാറുണ്ട്. ഈ ആരാധകർക്ക് വേണ്ടി ഈ ടീം കപ്പ് നേടി വരുമ്പോൾ ഇങ്ങനെ ഒരു ആഘോഷം നടന്നത് ഒട്ടും നീതീകരിക്കാൻ കഴിയില്ല. ഉന്മേഷ്. ശരി, ബംഗളൂരുവിൽ നിന്ന് മുഹമ്മദ് റഹീസ് ആണ് ഇപ്പോൾ തത്സമയം ചേർന്ന വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.